വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ ഒബ്സ്കുറ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൺക്രിപ്റ്റോയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ തുടർച്ചയായിട്ട് നമുക്ക് എങ്ങനെ KYC അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും ഒരു ID പ്രൂഫ്, പാൻ കാർഡ്. ഞാനിവിടെ ആധാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാൻ കാർഡിൽ പോലെ തന്നെ നെയിം എൻ്റർ ചെയ്യാം. അതിൽ തന്നെ നോക്കിയിട്ട് പാൻ കാർഡിലെ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം, പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ പാൻ കാർഡ് വാലിഡ് ആണോ എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് KYC അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് 5 മുതൽ 8 മിനിറ്റ് വരെ നീളുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ടൈം 5 മുതൽ 8 മിനിറ്റ് വരെയാണ്. നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് മറ്റാരുടെയും ഫേസ് അവിടെ കാണാൻ പാടില്ല. കണ്ണുകൾ ഇടയ്ക്ക് അടച്ചു തുറക്കണം. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ വീഡിയോ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ബട്ടണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം അലോ ചെയ്യേണ്ടത് അലോ ചെയ്യുക, അല്ലാത്തത് ഡെനി അടിച്ചു വിടുക. അങ്ങനെ ഇവിടെ വീഡിയോയുടെ KYC അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് സബ്മിറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമുക്ക് KYC വെരിഫൈ ചെയ്യുന്നതാണ്. അവിടെ നമുക്ക് ആധാർ OTP വെച്ചും ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തും നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടെ ഞാൻ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്താണ് വെരിഫൈ ചെയ്തത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരു ഫോട്ടോ എടുത്ത് ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കണം. അപ്ലോഡ് ID കാർഡ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ബാക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡും അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടെ സക്സസ് ആയി എന്നുള്ള മെസ്സേജ് വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.